വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. അപ്പൊ പ്രേക്ഷകരെ, വീണ്ടും നമ്മളെ റൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ് ഫ്രം ദ ബിഗിനിങ്. അപ്പൊ ഇനി പോരാട്ടം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്കറിയാം ഇതിന്റെ എൻഡില് ആരാണ് ലീഡ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ഹായ് ജഡ്ജസ്, റെഡി അല്ലേ? നമ്മള് വീണ്ടും ഒന്നേന്ന് തുടങ്ങാൻ പോകും. അംഗം തുടങ്ങാം. അതിനു മുന്നേ ടീംമേറ്റ്സിനെ വെൽക്കം ചെയ്യാം. UGS Golon Mystic Ragas. I love you guys. Okay. Oh no. Eastern Magic Beats. മര്യാദരാമന്മാര് തനത് ശൈലിയിൽ. Okay, Super Orchestra. Hi. Ready? അപ്പോ ക്യാപ്റ്റൻസ് മറക്കരുത് അമൃതവേണിയുടെ പണപ്പെട്ടി. അതെ, വേണ്ടേ ചേച്ചി? വേണ്ടേ? ഓക്കെ ചേച്ചി, പണപ്പെട്ടി മറക്കരുത്. പണപ്പെട്ടി ആരും മറന്നിട്ടില്ല. ഷാനിക്ക ഒരിക്കലും ഇല്ല. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും നമ്മൾ ഫിൽമി ഡിവോഷണൽ റൗണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ മാജിക് ബീറ്റ്സിൽ നിന്ന് വരുന്നു ശ്രേയ. വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ വാടും കരൾത്തടം കണ്ണീരാൽ നനച്ചു നിന്നെ തേടി നടന്നു തളർന്നു കൃഷ്ണ. നീ നൊമ്പരമറിയുമോ ശ്യാമവർണ്ണ? കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ
ശ്രേയ ആ ചേച്ചി ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു ചേച്ചി. ഡിവോഷണൽ റൗണ്ടിൽ ആരാണ് ഈ പാട്ട് കൊണ്ടുവരാന്ന് നമ്മളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ശരിക്കും എന്താ പറയാ, ഗുരുവായൂർ അമ്പലത്തിൽ പോയി അതുപോലെ തന്നെ നന്ദനം സിനിമ മൊത്തം കണ്ട ഒരു ഫീല് അല്ലേ? അടിപൊളിയായിരുന്നു ശ്രേയ, സൂപ്പർ ആയിട്ട്. താങ്ക് യു ചേച്ചി. ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ശരത് സാർ. ശ്രേയ, ആ സാർ. ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. എപ്പോഴെന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നു ചിത്ര ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിനടുത്ത് നിൽക്കുന്ന ഒരു പാട്ടുമാണ്. ശ്രേയ നന്നായിട്ട് പാടി, താങ്ക് യു സാർ. നന്നായിട്ട് പാടി ശ്രേയ. ഇതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞേ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് രവീന്ദ്ര മാഷാണ്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. പിന്നെ പാടിയത് ചിത്രാമ്മയാണ്. സിനിമ നന്ദനം. ഓക്കെ, വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. താങ്ക് യു സാർ. എനിക്ക് ചില എന്താണ് പറഞ്ഞത്, അത് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ ചുണ്ടിൽ കണ്ണിൽ നിന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ആ വെലോസിറ്റി അത് വളരെ ഒരു നമ്മൾ അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത്, അല്ലേ ശ്രേയ? അതെ അതെ. ഉള്ളിൽ ഒന്നുകൂടെ ഉള്ളിൽ എപ്പോഴും ഉള്ളിൽ ഉള്ളിൽ ആ വെലോസിറ്റി അത്രയും കാർമുകിൽ വർണ്ണൻ ഇങ്ങനെ പാടുമ്പോൾ അതിന് കറക്റ്റായിട്ടുണ്ടാവണം ആ ഉള്ളിലും കേട്ടോ. അതെപ്പോഴും നോക്കിക്കോളാം പാടുമ്പോൾ. ഓക്കെ സാർ. പിന്നെ ഈ ചുണ്ടിൽ എങ്ങനെ നിർത്തുന്നത്? ചുണ്ടിൽ ചുണ്ടിൽ അതെപ്പോഴും ചേരണം. അത് അങ്ങോട്ട് ആ നോട്ട് കാണിക്കും കേട്ടോ. ഓക്കെ സാർ. മതി. ആ, അത് കുറച്ചും കൂടെ ഒരു സുഖം വരാതെ. ഞാൻ ഇതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കാർമുകിൽ പറഞ്ഞ ഒരു സ്റ്റഡി ആയില്ല ഈ അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്നത്. അതൊക്കെ നോക്കണം കേട്ടോ. പിന്നെ നിന്റെ നന്ദന അത് ഒന്ന് പ്ലാൻ ചെയ്യണം ശ്രേയ. ശ്വാസത്തിന്റെ കാര്യമേ നിന്റെ നന്ദന. ആ പടത്തിന്റെ പേര് വന്നപ്പോഴത്തേക്ക് ശ്വാസം അങ്ങ് പോയി. ആ നോട്ട് എപ്പോഴും ആ ഹിറ്റ് ചെയ്യേണ്ടത് ഹിറ്റ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ. എന്താണ് ആ അത് തന്നെ. അതെന്താണ് ആ നോട്ട് ആ ലോ വരുന്നത്? അത് ആ പുൽകലല്ല, ഇത് വേറെ. അത് എന്താ ദായാണോ ദായാണോ പായാണോ എന്താ എന്ന് പാടുമ്പോ അത് അല്ല ഇത് അതുമല്ല ഇതുമല്ല നമുക്ക് സംശയം വരും. അതാ ഞാനിപ്പോ ചോദിച്ചത് കേട്ടോ. അത് ശരിയായിക്കൊള്ളുക, വേറൊന്നുമില്ല. പിന്നെ ആ കൃഷ്ണ എന്നൊക്കെ വിളിച്ചത് അസാധ്യമായിരുന്നു. പിന്നെ എനിക്ക് ഒരൊറ്റ സജഷൻ ഉള്ളത് ശ്രേയ, അത് നമ്മൾ ഈ ഹെഡ് വോയിസ് യൂസ് ചെയ്യുമ്പോൾ ഈ കൃഷ്ണ അങ്ങ് മേളിൽ വിളിക്കുമ്പോൾ അത്രയും മൈക്ക് അടുത്ത് വെക്കണമെന്നില്ല, കുറച്ച് മാറ്റി. കാര്യം കൂന്ന പോലെ ഇരിക്കും ഇല്ല കേൾക്കുമ്പോഴേ. ബാക്കിയെല്ലാം നല്ലതായിരുന്നു, നല്ല ഭക്തി സാന്ദ്രമായിരുന്നു. എനിക്കിത് ശ്രേയ പാടുമ്പോഴേ ഞാൻ ചിത്ര ചേച്ചി മിക്കവാറുള്ള പ്രോഗ്രാംസിനെല്ലാം ഇത് പാടും. ഇത് പാടി ഈ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ തന്നെ വല്ലാണ്ട് എല്ലാവരും കേൾക്കുന്ന ജനങ്ങളെല്ലാം ഇമോഷണൽ ആകാറുണ്ട്. അപ്പോൾ അത് ഞാൻ അതൊക്കെ ഓർത്തു. ഇതൊക്കെ നല്ലൊരു പാട്ടെടുത്തുകൊണ്ട് അത് പാടി. ഇതിൽ കുറേ സന്തോഷം ശ്രേയ. താങ്ക് യു. ശ്രേയ, യുവർ സെലക്ഷൻ ഈസ് ബ്യൂട്ടിഫുൾ. കാരണം രവീന്ദ്ര മാസ്റ്റർ, ഗിരീഷ്, ചിത്ര ആ കോമ്പിനേഷനിൽ വന്ന നന്ദനം എന്ന സിനിമയിലെ ഒരു പാട്ട്. ഇതിനകത്ത് ഞാനും ഒരു പാട്ട് പാടിയിട്ടുണ്ട്, മനസ്സിൽ മിഥുന മഴ. ഞാനും രാധികയും കൂടാണ് പാടിയത്. രാധിക തിലക് നമ്മളോടൊപ്പം ഇപ്പം ഇല്ല. പക്ഷെ നമ്മളെ ഈ പാട്ട് പാടുമ്പോഴത്തേക്കൊരു ഡൈനാമിക്സ് ഉണ്ട്, ഓരോ വരികളിലും ഉണ്ട്. ചിത്ര അങ്ങനെ പാടി വെച്ചിരിക്കുന്നത്. കാരണം ഓരോ വരികൾ നോക്കിക്കഴിഞ്ഞാലും ഒരു ഫീലുണ്ട്. അപ്പോൾ ആ ടോട്ടൽ ഫീല് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഇത്തിരി പ്രയാസമാണ്. അണ്ണാച്ചി പറഞ്ഞ തന്നെ സംഭവം, എന്നാലും ആ ഫീൽ ഇപ്പം കാർമുകിൽ വർണ്ണന്റെ അവിടെ ഉണ്ട്. ചുണ്ടിൽ തേടുമോട് കുഴൽ വിളി നാനാ അവിടെ ഒരെണ്ണമുണ്ട്. അവിടെ കുറച്ച് ഓപ്പണാണ്. അവിടെ എല്ലാം ഓരോ ഡൈനാമിക്സ് ഉണ്ട്. ഓരോ വരിക്കും എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിന് വേണ്ട ഫീലും കൊടുത്തിട്ടുണ്ട്. അപ്പം അത് മോക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യായിരുന്നു. പക്ഷെ മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, മോശം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു പാട്ട് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എന്താണ് ആ ഗായിക അല്ലെ ഗായകൻ പാടിയിരിക്കുന്നതെന്ന് ഒന്ന് സൂക്ഷ്മമായിട്ട് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടിയിട്ടും. അപ്പം അതുപോലെ തന്നെ ഈ ഇടയ്ക്കൊന്ന് വിട്ടുപോയി അല്ലേ, ഡ്രൈ ആയിപ്പോയി.
പിന്നെ ഈ ഞാനൻ മിഴിനാളം അതൊന്ന് പാടാം ജസ്റ്റ്. ഞാനിൻ മിഴിനാളമണയാതിരിച്ചു നീറും നെഞ്ചകം അകിലായി പുകച്ചു അത് ചേർത്ത് പാടൂ. നീറും നെഞ്ചകം അകിലായി പുകച്ചു ഞാനിൻ മിഴിനാളമണയാതിരിച്ചു അണയാതിരിച്ചു. അവിടെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങനത്തെ ഉള്ള ചെറിയ പ്രശ്നം. ഇപ്പൊ ഒരു പാത്തോസ് ടച്ചാ കൊടുത്തത്. ആ പാത്തോസും ആവരുത്, എന്നാൽ പിന്നെ പ്ലെയിനും ആവരുത്. ഇതിന്റെ ഇടയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഈ പാത്തോസ് ടച്ച് വരുന്നത് ഏറ്റവും ലാസ്റ്റിൽ ആ കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴാണ്. അവിടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോഴാണ് ആ പാട്ടിന്റെ ഒരു ക്ലൈമാക്സിൽ നമ്മൾ അത് ചെയ്യാവും. എപ്പോഴും ഞങ്ങൾക്കൊക്കെ ഒരു പാട്ട് കിട്ടുമ്പോൾ നമ്മൾ നോക്കുന്ന മാർക്ക് ചെയ്യും ഇങ്ങനെ. പണ്ട് ഇപ്പൊ അതൊന്നും ഇപ്പൊ ഓരോന്ന് കുത്തിയെടുക്കല്ലേ, മാർക്ക് ചെയ്യും. കാരണം ഞാനെല്ലാം EXP എന്നിട്ട് വെച്ചേക്കും റെഡിങ്ങില്. ഒരു പാട്ട് കേൾക്കുമ്പം നമ്മൾ ആദ്യമേ ഇപ്പം കാർമുകിൽ വർണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കാണിക്കാനേ പറ്റും, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു ഒരു ഗ്രാഫ് ഉണ്ട്. എന്തായാലും ടോട്ടലി നന്നായിരുന്നു എന്ന് മാത്രം പറയുന്നു, മോശമല്ല, നന്നായിരുന്നു. പിന്നെ ഇച്ചിരിയും കൂടെ ഒരു ഇമോഷണലായിട്ട് ആ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ഇത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പാടിയായിരുന്നു. അത് പാടി നോക്കുന്നു, ഈസിയാണ് പാടാൻ. കൃഷ്ണ കൃഷ്ണ ബ്യൂട്ടിഫുൾ. കൃഷ്ണ 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 കൃഷ്ണ. ഇത്രയും നേരം പറഞ്ഞ കാര്യം കുറച്ച് ഉൾക്കൊണ്ടല്ലോ. അപ്പൊ അത് പറഞ്ഞു തരുന്ന കാര്യം മനസ്സിലാക്കി പാടാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ഗോട്ട് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഡെഫിനറ്റ്ലി യു വിൽ ബിക്കം എ ഗ്രേറ്റ് സിംഗർ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ചേച്ചി ശ്രേയക്കുട്ടി, ചേച്ചി ബ്യൂട്ടിഫുൾ സോങ്, ഉഗ്രൻ സെലക്ഷൻ. ഇത് ചേച്ചിയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു വല്ലാത്തൊരു ഇമോഷണൽ ഒരു തലത്തിലേക്ക് പോകും. എപ്പോഴും ലൈവായിട്ട് ചിത്രം ഇത് പാടുന്ന സമയത്ത് പല ഡൈനാമിക്സിലാണ് ഓരോ പ്രാവശ്യം പാടുന്നത്. അപ്പം അത് പാടുമ്പോൾ അത്രയും അതിനകത്തൊരു ഇൻവോൾവ്മെന്റ് കാണാൻ പറ്റും. എനിക്ക് നേരിട്ട് ഒരുപാട് വേദികളിൽ ഞാനിത് ചിത്ര ചേച്ചി പാടുന്നത് കേട്ടിട്ടുമുണ്ട്. അപ്പം എനിക്കത് പാട്ട് കേൾക്കുമ്പോൾ ചേച്ചി പാടിയ ഫീലും പാടുന്ന രീതിയൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. മോൾ എന്തായാലും മനോഹരമായിട്ട് പാടി. എനിക്ക് സാർ പറഞ്ഞ അതേ അഭിപ്രായമാണ്. മോൾ ആ പാട്ട് പഠിച്ചു പാടി. ഇതിനു മുന്നേ മോളൊരു തമിഴ് സോങ് പാടിയിരുന്നില്ലേ ഇവിടെ രാജാ സാറിന്റെ? ഏതായിരുന്നു? അഴകുമലരാട്. ആ പാട്ടിനകത്തുള്ള എക്സ്പ്രഷൻസ് മോൾ അതുപോലെ കൊണ്ടുവന്നിരുന്നു. അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നിയത് മോള് പാടി, പക്ഷെ ആ എക്സ്പ്രഷൻസ് കുറച്ചുകൂടി ആവാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇതില് അഖിലായി പുകച്ചുമിലൊരു കുഞ്ഞൊരു സംഗതി പോലെ പാടിയിട്ടുണ്ട് ചിത്ര ചേച്ചി. ശ്രദ്ധിച്ചിരുന്നോ അത്? അതൊന്ന് പാടിയ റിപ്പീറ്റ്. അഖിലായി പുകച്ചു അഖിലായി അഖിലായി ലായ് അഖിലായി പുകച്ചു അഖിലായി മോള് പാടുന്നത് അഖിലായി എന്നാ പാടുന്നത്. അഖിലായി പുകച്ചു അത്രയില്ല, ചെറിയ ഒരു സംഗതി. അഖിലായി പുകച്ചും അഖിലായി പുകച്ചും തരരാരരാര. അത്രയില്ല. അത് ശ്രദ്ധിച്ച് പഠിച്ചോ. ഇപ്പം നിന്ന് കറക്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട. അവിടെ ഒരു ചെറിയ കുഞ്ഞൊരു സംഗതി ഉണ്ട്. അപ്പം ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഇത് ആദ്യം കേൾക്കുമ്പോൾ ചേച്ചി പാടിയതും കേട്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മുടേതായ ഒരു സംഭവം കയറി വരും. പക്ഷേ ഈ പാട്ട് പഠിച്ചതിന് ശേഷം ഇത് വീണ്ടും ഇട്ട് കേൾക്കുമ്പോൾ, അത് ഒറിജിനല് ചേച്ചി സ്റ്റുഡിയോയിൽ പാടിയ വേർഷൻ ഇട്ട് കേൾക്കുമ്പോൾ അതിനകത്ത് കുഞ്ഞു സാധനങ്ങൾ, മനോഹരമായ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് കിട്ടും. ഓ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരും. അതിൽ ഫസ്റ്റ് പല്ലവിയിൽ പുൽകിയുണർത്താൻ മറന്നു ഒരു പ്ലെയിൻ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അവിടെ.
ആ ഫസ്റ്റ് പല്ലവി മോളൊന്ന് ശ്രദ്ധിച്ചോളൂ. പുൽകിയുണർത്താൻ മറന്നു അത് ശ്രദ്ധിച്ച് കേൾക്കണം. അതൊരു സ്പെഷ്യൽ സാധനമാണ്. അപ്പൊ അത് ഒന്നത് ശ്രദ്ധിക്കണം. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളെല്ലാവരും ഇത് പല പ്രാവശ്യം വേദിയിൽ പാടിയിട്ടുണ്ട്. ഈ പാട്ട് കേൾക്കും തോറും ഇതിന്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ വീണ്ടും 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 നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ചുമ്മാ ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു ഹിയറിംഗ് അല്ല, അല്ലാതെ ഇത് കുറച്ചുകൂടി ഒന്ന് കേൾക്കണം. ഓക്കെ. ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതി വെച്ചതൊക്കെ തന്നെയാണ് സാറും പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എനിക്ക് തോന്നിയത് മോൾ ആ ഉള്ളിൽ, ഇപ്പോൾ ശരത് സാർ പറഞ്ഞില്ലേ, ആ ഉള്ളിൽ എന്നുള്ള അവിടെ ഒരു ഡൈനാമിക്സ് ഉണ്ട്, അത് വരാമായിരുന്നു. എന്നിട്ട് ലാസ്റ്റിൽ വരുന്ന ഒരു വിരുത്തമില്ല, ഒരു നിർത്തുന്ന സ്ഥലല്ലേ, അവിടെ ഒരു ചെറിയൊരു എന്തായാലും ഗദ്ഗതം വരാമായിരുന്നു, വിതുമ്പൽ വരാമായിരുന്നു. ചേച്ചിയൊക്കെ സ്റ്റേജിൽ പാടുമ്പോൾ ചേച്ചി അത് കരഞ്ഞു പോകും. നമ്മൾ അല്ല, ചേച്ചി യഥാർത്ഥമായിട്ട് വരുന്നതാണത്. അപ്പൊ അതിന്റെ ഒരു അംശം അവിടെ വന്നിരുന്നെങ്കിൽ അതിനൊരു റിയലിസ്റ്റിക് ആയിനെ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ, അങ്ങനെ ഒരു സാധനല്ലേ സിനിമയിലല്ലേ അത്, ചേരുമോടക്കുഴലിന്റെ ഉള്ളിൽ ഇങ്ങനൊരു സാധനം പോകുന്നുണ്ട്. അത് വന്നിരുന്നെങ്കിൽ മോൾ ആ കൃഷ്ണ പാടി അവസാനിപ്പിച്ച് അത് ഈ ഇതിലോട്ട് വരും, ആ ഫീലിലോട്ട് വരും. ഇത് അത് കഴിഞ്ഞ് പ്ലെയിൻ ഇത് പാടി നിർത്തിയത് പോലെയാണ് തോന്നിയത്. അപ്പോൾ ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ മോളെ കൊണ്ട് പറ്റും. എൻ്റെ മൈൻഡിൽ രാജാ സാറുടെ ആ ഒരു പാട്ടാണ് ഇരിക്കുന്നത്, മോളുടെ എക്സ്പ്രഷൻസ് മോൾ കൊണ്ടുവന്നത്. അപ്പോൾ ആ എക്സ്പ്രഷൻസ് ഇതിൽ വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ എല്ലാം ബാക്കിയൊക്കെ മനോഹരമായിട്ട് പാടി ഒരു പടിക്ക് കുറച്ചുകൂടി എക്സ്പ്രഷൻസ് ആവാമായിരുന്നു, നന്നായേനെ കുറച്ചുകൂടി. എന്തായാലും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, ഷാനിക. ഉഗ്രനായിട്ട് പാടി. പിന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. എനിക്ക് മെയിനായിട്ട് ഹിറ്റ് ചെയ്തത് അനുപല്ലവിയിലുള്ള ഓരോ ചും ഓരോ പിന്നെ ലൈൻ്റെ അവസാനത്ത്, അതും ഈ ഡൈനാമിക്സിൽ പെടും. ആ ഓരോ ചും എന്നുള്ളതും കൂടെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. കാരണം ആ ചും വരുമ്പോൾ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഈ എവ്രി ലൈൻ്റെ എൻഡിലുണ്ടല്ലോ, അല്ലേ? അപ്പൊ ആ ചും കൂടെ നമ്മളൊന്ന്, അത്ര ചും വേണ്ട, കുഞ്ഞു ചും മതി. ഇത് അവിടെ ഇങ്ങനെ അണച്ചും പുകച്ചും. അപ്പൊ അത് ഒന്ന് നോക്കാം മോളെ. പിന്നെ നന്ദനം അത് കട്ടായത്, പിന്നെ പുൽകി ഉണർത്താൻ ആ ഒരു അവസാനത്തെ ആ ഒരു പ്ലാൻ അതെന്താന്നുള്ളത്. ബാക്കി ശ്രേയ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ ഇതൊരു സിമ്പിൾ സോങ് അല്ല, ഭയങ്കര ടഫായിട്ടുള്ളൊരു സോങ് ആണ്. ഇത് പലരും സ്റ്റേജിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് നശിച്ച് നാരായണക്കല്ലാണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അവസാനത്തെ ആ ഒരു ഹൈ നോട്ട് എത്താതെ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എത്താതെ ആകുമ്പോഴുണ്ടല്ലോ അത് ഭയങ്കര ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷെ ഇത് നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ ശ്രേയ ഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടെക്നിക്കലി ഇറ്റ്സ് ഗുഡ്. പിന്നെ ആ ഫീൽ, ഡൈനാമിക്സ്, അതുപോലത്തെ ഫീലൊക്കെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. യു ആർ എ വെരി ഗുഡ് സിംഗർ. അതിൽ യാതൊരു തർക്കവും യാതൊരു സംശയവും ഇല്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ 9 മാർക്സ്. താങ്ക് യു സർ. MG സർ 9. ചേച്ചി മാർക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സോ ടോട്ടൽ 18. സൂപ്പർ. ഓക്കേടാ, ഓൾ ദ ഓക്കെ ജഡ്ജസ്. അപ്പോ ഫിൽമി ഡിവോഷണൽ റൗണ്ടിൽ നമ്മൾ മാജിക് ബീറ്റ്സിന്റെ പെർഫോമൻസ് ആണ് ഇപ്പൊ കണ്ടത്. അതേ നമ്മൾ മിസ്റ്റിക് രാഗാസിന്റെ പെർഫോമൻസ് കാണാൻ പോകും. അപ്പൊ അതിനായി ചേച്ചിയുടെ ടീമിൽ നിന്ന് ഞാൻ ഇറക്കുന്നു ശിവാനി. സ്നേഹ ചൈതന്യമേ, മണ്ണിൽ പ്രകാശിച്ച വിന്ദീപമേ, ഞങ്ങളിൽ നിന്ദീപ്തി പകരണമേ യേശുവേ. സ്നേഹസ്വരൂപാ, സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ,
പ്രത്യാശയും നീ, സർവം ക്ഷമിക്കുന്നവൻ നീ, ഞങ്ങൾക്ക് പ്രത്യാശയും നീ, വഴിയും സത്യവും ജീവനുമാനി വന്നിടണമേ നാഥ, വന്നിടണമേ നാഥ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. അനുപമ സ്നേഹ ചൈതന്യമേ, മണ്ണിൽ പ്രകാശിച്ച വിന്ദീപമേ, ഞങ്ങളിൽ നിന്ദീപ്തി പകരണമേ യേശുവേ. സ്നേഹസ്വരൂപാ, നിന്റെ സ്നേഹം നുകരാം, ഒരു മനമായൊന്നു ചേരാം. നിന്റെ സ്നേഹം നുകരാം, ഒരു മനമായൊന്നു ചേരാം. സുഖവും ദുഃഖവും പങ്കിടുവാൻ തുണയേകണമേ നാഥ, തുണയേകണമേ നാഥ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. അനുപമ സ്നേഹ ചൈതന്യമേ, മണ്ണിൽ പ്രകാശിച്ച വിന്ദീപമേ, ഞങ്ങളിൽ നിന്ദീപ്തി പകരണമേ യേശുവേ. സ്നേഹസ്വരൂപാ, സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. ബ്യൂട്ടിഫുൾ മോം. നൈസ് നൈസ്. ശിവാനി സൂപ്പർ ആയിരുന്നു. ചോദിക്കാം നമുക്ക്. എം ജി സർ. ശിവാനി, സാർ. നല്ലൊരു പാട്ട് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണ്. ഞാൻ ഒത്തിരി പാട്ട് പാടിയിട്ടുണ്ട്, കുറേ പാട്ട്. അതായത് നമ്മുടെ ടോമിൻ തച്ചങ്കരിക്ക് വേണ്ടിയാണ് കൂടുതലും പാടിയത് തുടക്കത്തിൽ. പിന്നെ എല്ലാവർക്കും വേണ്ടി പാടി. അതിനകത്ത് വെച്ച് ഒരിക്കൽ യേശുനാഥൻ, ആരാധിച്ചിടാം കുമ്പിട്ട് ആരാധിച്ചിടാം, അങ്ങനെ കുറേ പാട്ടുകളൊക്കെ പാടി. അവള് നന്നായിട്ട് പാടി കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ സോഫ്റ്റായിട്ട് പാടി. നല്ല നല്ല ഫീലുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. അത്രയേ ഉള്ളൂ. അല്ല വേറെ വലിയ സംഭവമല്ല. ആ ഫസ്റ്റ് പല്ലവി ഒന്ന് പാടാമോ? അനുപമ സ്നേഹ ചൈതന്യമേ, ആ, മണ്ണിൽ പ്രകാശ, അതാണ്. മണ്ണിൽ അത്ര സംഗതിയില്ല. ആ സംഗതി ഷോർട്ടാക്കണം. താരാ മണ്ണിൽ, ആ മണ്ണിൽ എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫീൽ പോകും. താരാ താനേ, മണ്ണിൽ, ആ ഷോർട്ടാക്കി. മണ്ണിൽ പ്രകാശിച്ച വിന്ദീപമേ, ദീപമേ, ആ ദീ- എല്ലാത്തിനും എൻഡിങ് കൊടുക്കും. ദീപമേ, ആ ഞങ്ങളിൽ നിന്ദീ, ഞങ്ങളിൽ, ആ ഗ്ലൈഡ്, ഞങ്ങളിൽ നിന്ദീപ്തി പകരണമേ, 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 പഞ്ചമ ടച്ച് ചെയ്യട്ടെ. പകരണമേ, ആ അത് ഇന്ന് അവിടെ നിർത്താനല്ല, ടച്ച് ചെയ്ത് പോണം. ആ പകരണമേ യേശുവേ, ആ ഒരു അതൊരു പ്ലെയിൻ യേശു ആയിപ്പോയി. യേശു, യേശുവേ, യേശുവേ, ആ
സ്നേഹസ്വരൂപ ശ്രുതി അവിടെ ആ കൃത്യമായിട്ട് ആ ശ്രുതി ചേരണം, അപ്പോഴാണ് അതിന്റെ ആ സുഖം. യേശുവേ ആഹാ ആ സ്നേഹസ്വരൂപ കുറച്ചുകൂടാ ബെറ്റർ ബെറ്റർ. പിന്നെ വന്നിടണമേ നാഥ, വന്നിടണമേ നാഥ. വന്നിടണമേ നാഥ. വന്നിടണമേ നാഥ. അവിടെ നാഥ, നാഥ വന്നിടണമേ നാഥ. പ്ലെയിൻ മതി. വന്നിടണമേ നാഥ. ഓക്കെ, അങ്ങനെയുള്ള ശ്രുതിയും ഫീലും. പിന്നെ നിൻ ദിവ്യ സ്നേഹം, നിൻ ദിവ്യ സ്നേഹം നുകരാ പഞ്ചമം. ആ ഓരോ മനസ്സായൊന്നു ചേരാ. ആ നിൻ ദിവ്യ സ്നേഹം നുകരാ നുകരാ. നുകരാ ആ ഓരോ മനസ്സായൊന്നു ചേരാ. നാനാ. ചേരാ. ആ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ഇതേ ഉള്ളൂ. ബട്ട് വളരെ സൂത്തിങ് ആയിരുന്നു കേൾക്കാൻ കേട്ടോ. താങ്ക് യു സർ. നന്നായിട്ട് പാടി കേട്ടോ. Thank you, sir. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇത്തരം ചെറിയ ചെറിയ ഇതൊക്കെ നിസ്സാര കാര്യമാണ്. മോളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് ഇത് പാടാൻ സാധിക്കും. ഓക്കെ സർ. ഗ്രേറ്റ്, താങ്ക് യു സർ. വെരി ഗുഡ്. താങ്ക് യു സർ. ശരത് സർ. ചക്കരെ നല്ല പാട്ട്, നല്ല നല്ല സുഖമുള്ള ഒരു പാട്ട്. ആ ശിവാനി നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. പിന്നെ എനിക്കുള്ളത് ഒരു ഈ അമിത വേഗത എന്തിനാ? അപ്പം അതിന് ക്ലാരിറ്റിയും കിട്ടത്തില്ല, അതിനൊരു സുഖവും ഇല്ല. ഇത് ഈ ഞങ്ങളിൽ അതൊന്ന് പാടാമോ? ഞങ്ങളിൽ നിന്ദീപ്തി. അയ്യോ സാർ ഒന്നും മൂടി തരാം, ഞാൻ പോയി കിടക്കാം. എന്നാ ആദ്യം തൊട്ട് പാടിക്കോ. അനുപമ സ്നേഹ ചൈതന്യമേ മണ്ണിൽ എവിടെ പോകുന്നത്? മണ്ണിൽ പ്രകാശിച്ച വിന്ദീപമേ ഞങ്ങളിൽ നിന്ദീപ്തി അതെന്താണത്? പകരണമേ. ഞങ്ങളിൽ എൻ്റെ എറ്റി എന്നാ എനിക്ക് കേൾക്കുന്നത്. അതെന്താ? ഞങ്ങളിൽ നിന്ദീപ്തി. അത് വളരെ ക്ലാരിറ്റി വേണം. ഞങ്ങളിൽ നിൻ ദീപ്തി പകരണമേ. അതെന്താണ്? അത് കൃത്യമാവണം അക്ഷരങ്ങൾ പറയുന്നത്. ഞങ്ങളിൽ നിൻ ദീപ്തി, നിന്റെ പ്രകാശം പകരണമേ എന്നാണ്. അപ്പൊ അത് കേൾക്കണ്ടേ? അതിനൊരു ക്ലാരിറ്റി വേണ്ട. വെറും ട്യൂൺ മാത്രമല്ല, പിന്നെ ഇത് എഴുതി വെക്കണ്ട, തന്നെ പാടിയാ പോരെ. പോരെ ശിവാനി, നീ ഉത്തരം പറയൂ കറക്റ്റാ. നീയാണ് നമ്മുടെ മിസ്റ്റിക് രാഗയിലെ ദാദ. മിസ്റ്റിക് ദാദ. ആ പിന്നെ ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത്. പിന്നെ എന്താ പറയണ്ടത്, നിന്ദിവ്യ ഇപ്പം അണ്ണൻ പാടിച്ചു, അതൊക്കെ അത് കുറച്ചും കൂടെ നിന്ദിവ്യ സ്നേഹം നുകരുവാനൊക്കെ നന്നാവാം. പിന്നെ ചേരാം എന്നുള്ള എന്താണ് ചേരാൻ എന്നുള്ളത് ചേരാം, ഇതൊക്കെ നോക്കിയാൽ മതി. നമ്മളിൽ എത്തണ്ടേ പാടുന്നത്, ഇവിടെ വന്ന് കയറണ്ടേ. അപ്പം ആ അർത്ഥം, അക്ഷരങ്ങൾ, വാക്കുകൾ ഉച്ചരിക്കുന്ന അതൊക്കെ കൃത്യമാകുക കേട്ടോ. നല്ല സുഖമുള്ള പാട്ട്, നന്നായിട്ട് തന്നെ പാടി. അപ്പൊ അത്രേ ഉള്ളൂ ശിവാനി. താങ്ക് യു സർ. അപ്പൊ ദാദാ വണക്കം. താങ്ക് യു സർ. ഷാനിക. ശിവാനി, സർ. എനിക്ക് ശിവാനിയുടെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്. ശിവാനി താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ വോയിസ്. എസ്പെഷ്യലി ഇങ്ങനത്തെ ഈ ഡിവോഷനൊക്കെ വരുമ്പോഴേക്കും അത് വേറെ ഒരു 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 വേറൊരു ഫീലാണ് വരുന്നത്. നന്നായിട്ട് തന്നെ പാടി കേട്ടോ മോളെ. താങ്ക് യു സർ. പിന്നെ ഈ ഒരു റഷിന്റെ ഒരു ചെറിയൊരു ഫീലിംഗ് ഉണ്ട്. അത് മാത്രം ഒന്ന് കൺട്രോൾ ചെയ്യണം ശിവാനി. അത് ചില പാട്ടിൽ അത് വർക്ക് ആവുമായിരിക്കും, എല്ലാ പാട്ടിലും വർക്ക് ആവണമെന്നില്ല. അപ്പം ഇതിൽ തന്നെ പാടുന്ന പ്ലാൻസ് ഒക്കെ ഒട്ടുമിക്കം കറക്റ്റ് ആണ്, പക്ഷെ അതിന് റഷാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് ചരണമായപ്പോഴേക്കും ശിവാനി കുറച്ചൊന്ന് ടയേർഡായി. അപ്പം ഇല്ലെന്നാണോ? ദാദയ്ക്ക് തോന്നിയില്ല. ദാദയ്ക്ക് ഞാൻ ആ കാര്യം മറന്നുപോയി. ദാദ ക്ഷമിക്കണം, അടിയൻ അറിയാതെ തോന്നിപ്പോയതാണ്. ഇനി ഒന്നും ചെയ്യരുത്, ഞാനൊരു പാവമാണ്. അതെനിക്കൊരു ടീമൊക്കെ ഉള്ളത്. അതെ, എനിക്കൊരു ടീമുണ്ട്, പുറത്തു പോയിട്ട് പണികളുണ്ട് കുറച്ച്, അതൊക്കെ ഒന്ന് തീർക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അടുത്ത മാസം ഒരു പടം റിലീസ് ഉണ്ട്, അതിനൊക്കെ ജീവനോടെ വേണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എനിക്ക്. എന്നെ ഒന്നും ചെയ്യരുത്, ആ പടം ഒന്ന് കാണാൻ അനുവദിക്കണം. അതെ, കണ്ടു കഴിഞ്ഞിട്ട് ദാദ എന്താ വേണം വെച്ചാൽ ചെയ്തു, ഞാൻ എന്റെ കഴുത്ത് നീട്ടിത്തരാം. അത്രേ ഉള്ളൂ ശിവാനി, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഉഗ്രം വോയിസ്. അത്
എടുത്തു പറയുന്നു. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഇക്ക. ക്യാപ്റ്റൻ ശിവാനി. ചേച്ചി ശിവാനി നന്നായിരുന്നു ഡാർലിംഗ്. താങ്ക് യു. നന്നായി പാടി. റിഹേഴ്സലിനെ കാട്ടിലും ബെറ്റർ ആയിരുന്നു. എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർക്കുക. കുറേ റഷസ് ഒക്കെ ഒന്ന് ഒതുങ്ങിയിരുന്നു. ഒരു വെപ്രാളം ആദ്യം ഉണ്ടായിരുന്നതൊക്കെ കുറേയൊക്കെ മാറി. നമുക്ക് ശരിയാക്കി എടുക്കാം. എന്തായാലും പ്രാക്ടീസ് ചെയ്താൽ ശരിയാകും എന്നുള്ളത് മനസ്സിലായല്ലോ. മനസ്സിലായി. അപ്പോൾ നമുക്ക് പതുക്കെ എല്ലാം ശരിയാക്കി എടുക്കാം. പിന്നെ ഈ ഒരുപാട് ശിവാനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലമാണ് ഈ ശ്വാസം എടുക്കുന്നത് മുഴുവനും മൈക്കിൽ കേൾക്കുമായിരുന്നു. ഇപ്പം അത് കുറഞ്ഞു, അത് അധികം ഇല്ല. അപ്പം അതിൽ വലിയൊരു കയ്യടി, അത് നല്ലൊരു മാറ്റമാണ്. എൻ്റെ മോളെ സുന്ദരിയായിട്ടുണ്ട്, വളരെ നിഷ്കളങ്കയായിട്ട് വന്ന് പാടി, മനോഹരമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. എന്തായാലും ഗോഡ് ബ്ലെസ് യു ഡാ. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. MG സർ. 8.9. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. 8.9. ഷാനിക്ക. ശിവാനി. Okay, so total 17.8. താങ്ക് യു. Okay, all the best. Okay, judges, back to competition. Oh, yeah. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. മൈ മാസ്റ്റേഴ്സ് റൗണ്ട് ആണ്. മാജിക് ബീച്ചിൽ നിന്നും പാടാൻ വരുന്നു കാർത്തിക. വാവ്, കാർത്തിക. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു,
Nice, nice, nice. Very Nice good, follow. very good. കാർത്തിക എന്തോ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു. എന്തായാലും നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. ശരത് സർ. കാർത്തികേ എന്തോ സാർ. നന്നായിട്ട് പാടി. താങ്ക് യു സാർ. എനിക്ക് പൊതുവെ തോന്നിയ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ. പറയൂ സാർ. ഈ സംഗതികൾക്കെല്ലാം ഒരുപാട് ഗുസ്തിക്കാരുടെ സ്വഭാവം, ഭയങ്കര ബലം. എന്തിനാണ് അത്രയും ബലം? അനുരാഗ അറിയില്ല, കവിതയൊക്കെ വിരിയുന്നത് മറ്റേ ടൈം ബോംബ് പൊട്ടുന്നതാണോ? അങ്ങനല്ലല്ലോ വേണ്ടത്. സോഫ്റ്റായിട്ട് ഈ സംഗതികളൊക്കെ ബഹളമില്ലാതൊന്ന് പാടിയാലോ. ശ്രാ 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 ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു ബെറ്റർ ബെറ്റർ. ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ ഈ ആദ്യത്തെ ഒന്ന് സമാധാനമാക്കാമോ? ആദ്യത്തെ അത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ദീനി അങ്ങനെ പാടാണ്ടൊന്ന് പാടാമോ? ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു വിരിഞ്ഞു. അതുപോലെ ഈ ചരണം. സ്വർഗാരോഹണ വീഥിക്കരികിൽ സ്വപ്നങ്ങൾക്കിടയിൽ അത് മതി. അടുത്തത് കമനീയാങ്കൻ പ്രിയനിൻ മനസ്സില കവിത. ഈ പ്രിയനൻ മനസ്സിൽ അത് കുറച്ച് ഒരു ഈ സ്ട്രെയിനില്ലാണ്ടൊന്ന് പാടാൻ പറ്റുമോ? കമനീയാങ്കൻ പ്രിയനിൻ മനസ്സില കവിത കുറിച്ചു വച്ചു. എന്ത് കാണിക്ക്? ഞാൻ അവനെ സ്നേഹിച്ചു. വന്നു അല്ലേ? വന്നു കണ്ടു കീഴടക്കി. ഒന്നുകൂടെ വൃത്തിയായിട്ട് കീഴടക്കൂ. വന്നു കണ്ടു കീഴടക്കി എന്നെ കിളി പുഷ്പമാക്കി. ഗുഡ്. പക്ഷേ എന്നെ കേളിക്കും മറ്റേ മസിലോത്സവം ഉണ്ട്. നമുക്ക് അത് വേണ്ട. ഇതാരാ പാടിയത്? സുശീലമ്മ. എങ്ങനെ പാടി വെച്ചേക്കുന്ന നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യില്ല മോളെ, അങ്ങനെ വിചാരിക്കേ വേണ്ട. പക്ഷെ അത് നമ്മളത് കല്ലേ നമ്മുടെ റെഫറൻസ്. അപ്പോൾ അത് അമ്മ പാടിയേക്കുന്നതിൻ്റെ അമ്മയെക്കാളും നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. അതാ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കേട്ടോ. അതൊക്കെയാണ് ഈ പാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നത്. ആഹാ, ഞാൻ പാടിയതിനേക്കാളും നന്നായിട്ട് ആ കുട്ടി പാടി എന്നുള്ളത് അത് സന്തോഷമല്ലേ. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു ഒരു അനാവശ്യമായിട്ടുള്ള ഒരു WWF സംഗതികൾക്കിടയിലുണ്ടായിരുന്നു. അത് ആ ബൃഹാസൊക്കെ പാടി കുറച്ച് കൂളായിട്ട് പാടി നല്ലതാണ്, നന്നായിട്ട് പാടി കേട്ടോ. പ്രത്യേകിച്ച് അവളുടെ വിടരും ചൊടികൾ അനുരാഗ കവിത രണ്ടാമത്തെ ആ സംഗതിയൊക്കെ ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഇനി മുകളിൽ പാടുമ്പോഴും അതൊന്ന് ഒരു കൺട്രോളിൽ വെക്കുക. സർ. അത്രേ ഉള്ളൂ പറയാൻ എനിക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. MG സർ. കാർത്തിക, എന്തോ സാർ. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം എങ്ങനെ പാടിയാലും എനിക്ക് ഈ പാട്ട് ഇഷ്ടമാണ്. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒരുപാട് പേർക്കുണ്ട്. കാരണം ഈ ചില പാട്ടിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ട്, അമിതമായ പ്രേമവും സ്നേഹവും വികാരവും എല്ലാം കൊണ്ട്. കാരണം നിങ്ങൾ ഇനി എന്ത് കുന്തം പാടിയാലും എനിക്കിഷ്ടം. പക്ഷെ എന്നാലും ഉള്ള കാര്യം പറയണമല്ലോ. അപ്പോൾ ഇപ്പം കാര്യങ്ങളൊക്കെ ശരത്ത് പറഞ്ഞു. ഇതിനകത്തൊരു ട്രിക്കുണ്ട്. ഇപ്പം പറഞ്ഞില്ലേ കുറച്ച് സ്പീഡാവുന്നു ഇതെന്നൊക്കെ. ഇതിൻ്റെ ടെമ്പോ മോളെ ഒരു ശക്കലം കുറയ്ക്കുക, കുറച്ചിട്ട് അവരിപ്പോൾ ഇട്ട് തരും. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. എപ്പിടി ഇருக்கு? எப்படி இருக்கம்மா? எப்படி இருக்கு? இதுதான் என்னோட ട്രിക്ക്. മനസ്സിലായോ? അപ്പം കുറച്ച് ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെ സംഗതികളെല്ലാം ഉൾക്കൊള്ളിച്ച് ഭാവവും ഉൾക്കൊള്ളിച്ച് പാടാൻ സാധിക്കും. പഴയ റെക്കോർഡൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ ഡി ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടാണേലും ഒരു 2.25 കട്ട അല്ലെ 2.5 കട്ടയിലൊക്കെ എന്ത് ചെയ്ത് ഇടയിൽ കയറി നിൽക്കും. കാരണം പഴയ റെക്കോർഡല്ലേ. അപ്പോൾ അത് കാരണം ശരിക്കും ഒറിജിനൽ പിച്ചിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ടെമ്പോ എടുത്തു കഴിഞ്ഞാൽ അവർ പാടി വെച്ചിരിക്കുന്നത് നമുക്ക് അതിനകത്തോട്ട്
ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി കാർത്തിക, എന്തോ മാം? മോളെ ഒരു ഫാന്റാസ്റ്റിക് സെലക്ഷൻ. ഈ പാട്ട് സുശീലാമ്മ ഇരിക്കുന്ന ഒരു വേദിയിൽ അമ്മയുടെ പാട്ടുകളെല്ലാവരും ഇങ്ങനെ പാടുന്ന സമയത്ത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അമ്മയ്ക്ക് വേണ്ടി പാടാൻ. അപ്പോൾ അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാൻ ഈ പാട്ട് ഇങ്ങനെ പാടിയിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ കേട്ടിട്ട് അമ്മ ആസ്വദിക്കും, അമ്മ ചിരിക്കും ഇടയിൽ. ആഹാ ആഹാ, നല്ല രസമാണ്. അമ്മ ഭയങ്കര ക്യൂട്ടാണ്. സുശീലാമ്മ ഇങ്ങനെ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സ്, കൊച്ചുകുട്ടിയെ പോലെ അത്രയും നിഷ്കളങ്കതയുള്ള ഒരാൾ. അപ്പം ഞാൻ അതൊക്കെ ഓർക്കായിരുന്നു ഈ പാട്ട് കേട്ടപ്പോൾ. എൻ്റെ പണ്ട് മുതലേ ഞാൻ വേദികളിൽ പാടാറുള്ള ഒരു പാട്ടാണ്, അത്ര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. സോ താങ്ക് യു ഫോർ ദ സെലക്ഷൻ. ഉഗ്രൻ സെലക്ഷൻ മോള്, നല്ല പാട്ട്. മോൾ അസലായിട്ട് പാടി. എനിക്ക് മോളുടെ ഒരു വോയിസ് ടെക്സ്ചർ പൊതുവെ ഒരു ക്ലാസിക്കൽ അങ്ങനത്തെ ഒരു ഗംഭീരമായ ഒരു ശബ്ദമാണ്. അപ്പം അതിൻ്റെ ഒരു ഗാംഭീര്യത ഇതിൽ ഉണ്ടായിരുന്നു. അത് കുറച്ച് നമുക്ക് ലൈറ്റ് ആക്കണം. ഓക്കെ, അതിന് ആ സംഗതികളൊക്കെ കുറച്ചുകൂടെ ഒരു ലൈറ്റ് ആക്കിയാൽ കേൾക്കാൻ ഭംഗിയുണ്ടാവും. പക്ഷെ അല്ലാതെ മോളുടെ വോയിസ് നല്ല സ്ട്രോങ് വോയിസാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു മോളെ, നല്ല സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. ഷാനിക്ക. കാർത്തിക എന്തോ സാർ? നന്നായിട്ട് പാടി കാർത്തിക. താങ്ക് യു സാർ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പ്ലാൻസിൻ്റെ മേലെയുള്ള ഈ ഒരു മൽപ്പിടുത്തം, അത് നമ്മൾ കുറേ കുട്ടികളായി ഇപ്പം നമ്മളിത് കാണുന്നു. ടീം ഭേദമന്യേ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ തവണ ശിവാനി വന്നപ്പോഴും ആ ഒരു പ്ലാൻസിൻ്റെ ഒരു കട. അപ്പോൾ ഇതൊരു കോമൺ പ്രോബ്ലമാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഫിക്സ് ചെയ്യണം കേട്ടോ. അതിപ്പം ഇന്ന ടീമൊന്നുമില്ല, രണ്ട് ടീമും അത് വാട്ട് ഈസ് ദ പ്രോബ്ലം എന്നുള്ളത് ഐഡൻറ്റിഫൈ ആൻഡ് ഫിക്സ് ഇറ്റ്. കാരണം ഇതിപ്പം നമ്മളിപ്പോൾ കുറച്ച് കണ്ടസ്റ്റൻസിലായി നമ്മളിത് കാണുന്നു, ഈ പ്ലാൻസിൻ്റെ ഒരു റഷ്. കാരണം ഇപ്പം ശ്രാവണചന്ദ്രിക പൂച്ചൂടിച്ചു എന്നല്ലേ. അപ്പോൾ അത് ആക്ച്വലി ഒരു സെൻറ്റൻസ് പോലെ ഫീൽ ചെയ്യണം. ഇത് ചൂടിച്ചു മാത്രം അങ്ങനെ എടുത്തു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ കാർത്തിക? മനസ്സിലായി സാർ. അപ്പോൾ അതങ്ങനെ എടുത്തു നിൽക്കാൻ പാടില്ല. ആ പ്ലാൻ അടക്കം വളരെ സോഫ്റ്റായിട്ട് വേണം അതിനകത്ത് വരിക എന്നുള്ളതാണ്. അത് മാത്രം ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ വരും. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതർവൈസ് പിന്നെ എന്നെ കേളി പുഷ്പമാക്കി, അത് ഒന്ന് എന്തോ ഒരു പുഷ്പമായി, അത് കേളി പുഷ്പമാണോ എന്താണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ വേറെ എന്തോ ഒരു സംഭവം ആയിട്ടുണ്ട്. പക്ഷേ കാർത്തികയുടെ വോയിസ് നല്ല രസമുണ്ട് കേട്ടോ കാർത്തിക. താങ്ക് യു സാർ. ഈ ഒരു പെർഫെക്റ്റ് ഫോർ ദിസ് സോങ്. കൃത്യമായിട്ട് പാടിയിരുന്നെങ്കിൽ ഒരു നല്ല മാർക്സ് മേടിക്കാൻ സാധ്യതയുള്ള ഒരു പാട്ടായിരുന്നു ഇത്. കറക്റ്റ് ഫോർ യു. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ് കാർത്തിക. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സാർ. 8.9 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സർ. എം ജി സർ. എനിക്ക് പാട്ടുമായിട്ടുള്ളൊരു ഇഷ്ടം അറിയാമല്ലോ. അതെ, അതുകൊണ്ട് 9. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി. കാർത്തിക പെണ്ണേ, എന്തോ മാം? മോളുടെ നല്ല മാർക്സ് തന്നെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഗാനക്കൂടത്തിലേക്ക്. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 17.9. സൂപ്പർ. ഓക്കേടാ. ജഡ്ജസ്, Yes, Parul. മൈ മാസ്റ്റേഴ്സ് റൗണ്ടിൽ മാജിക് ബീറ്റ്സിന്റെ പെർഫോമൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് വരും എപ്പിസോഡിൽ മിസ്റ്റിക് രാഗാസിന്റെ പെർഫോമൻസ് കേൾക്കാം. ഓക്കെ, അപ്പൊ അതുവരേക്കും ബൈ, ഗുഡ് നൈറ്റ്. ബൈ. Good night.